Hi, good morning dear students. In the last class we are discussed about the major stock markets in India, namely BSE and NSE. Okay, I feel that you have a clear idea about both of the stock exchange. In addition to this, OTC are there, over the counter exchange of India, etc. ഇതൊക്കെ നിങ്ങൾ പുസ്തകത്തിൽ നിന്നും ഒക്കെ വായിക്കണം. ഓക്കെ, ടുഡേ we are going to discuss about SEBI and its functions. സെബിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. എന്താണ് സെബി? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 1988 എസ്റ്റാബ്ലിഷ് ചെയ്ത് 92 ഫംഗ്ഷൻ തുടങ്ങിയത്, രജിസ്റ്റർ ചെയ്തു 92 ഫംഗ്ഷൻ തുടങ്ങിയ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റെഗുലേറ്ററാണ് സെബി അല്ലേ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, കമ്പനികളുടെ ഓപ്പറേഷൻസിനെ നിയന്ത്രിക്കുന്ന, ഇൻ്റർമീഡിയറീസിൻ്റെ ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് സെബി. ഓക്കെ, നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന റെഗുലേറ്ററി ബോഡി UGC പോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസിനെ നിയന്ത്രിക്കുന്ന, കമ്പനീസിൻ്റെ ഇഷ്യൂ മുതൽ, ഷെയർ ഇഷ്യൂ മുതൽ അതിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓപ്പറേഷൻസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെബിയാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ, എന്താണ് നമുക്ക് നോക്കാം. സെബി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ April 12, 1992 in accordance with the provisions of the Securities and Exchange Board of India Act 1992. 1992 ആക്ട് പ്രകാരമാണ് ഇത്. 92 ഇത് രൂപീകരിച്ചത്. 88 ഇതിൻ്റെ സെറ്റപ്പ്, ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നത് 1988. Securities and Exchange Board of India constituted under the regulation of the Government of India on 12th day of April 1988. 1988 ഇതിനെക്കുറിച്ചുള്ള ഇതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റെഗുലേഷൻ വന്നത്. ബട്ട് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1992. ഓക്കെ, അപ്പോൾ ദ ഹെഡ് ഓഫീസ് ഓഫ് ദ സെബി വാസ് ലൊക്കേറ്റഡ് അറ്റ് മുംബൈ. ഈസ് ലൊക്കേറ്റഡ് അറ്റ് മുംബൈ. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ഹെഡ് ഓഫീസ് ലൊക്കേറ്റ് ചെയ്യുന്നത് ബോംബെയിലാണ്. ഓക്കെ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയാലും NSE ആയാലും ഇതിൻ്റെയൊക്കെ ഹെഡ് ഓഫീസ്, ഇതിൻ്റെയൊക്കെ ആസ്ഥാനം മുംബൈയിലാണ്. ബിക്കോസ് മുംബൈ, earlier known as Bombay, it is said to be the ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. വ്യാവസായിക നഗരം എന്നാണ് അറിയപ്പെടുന്നത്, വ്യാവസായിക തലസ്ഥാനം. ഇന്ത്യയുടെ വ്യാവസായിക ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ബോംബെയാണ്. ഓക്കെ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള റെഗുലേറ്ററി ഏജൻസികളുടെ എല്ലാം ഹെഡ് ഓഫീസ് ബോംബെയിലായിരിക്കും. ഓക്കെ, കണ്ടിന്യൂ. ദ അഫയേഴ്സ് ഓഫ് സെബി ആർ മാനേജ്ഡ് ബൈ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് റീജിയണൽ ഓഫീസ്. സെബി എന്നുള്ളത് സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ ആണെങ്കിൽ, ബട്ട് ഇറ്റ് ഹാസ് a number of regional and sub offices and departments are there to regulate the working of different stock markets in the different parts of the country. നമ്മുടെ രാജ്യത്തിൻ്റെ വ്യത്യസ്ത സ്ഥലത്തുള്ള വ്യത്യസ്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി റീജിയണൽ ഓഫീസസ് ആർ ദെയർ, ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ദെയർ, എക്സെട്ര. It has constituted various committees from time to time to efficiently manage the working and development of securities market. സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി നമുക്കറിയാം, ഇൻവെസ്റ്റേഴ്സ് ആർ nowadays itself some investors are hesitated to enter into stock market because of fear. ഫിയർ ഓഫ് ലോസ് ഓഫ് മണി അല്ലേ, നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ട്, പണം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി മാർക്കറ്റിലേക്ക് എത്തിച്ചേരാൻ മെയിൻലി ദ ഇൻവെസ്റ്റർ റിക്വയർസ്, അല്ലെങ്കിൽ ദ പീപ്പിൾ റിക്വയർസ് ബെറ്റർ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ. നല്ലൊരു ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ കിട്ടണം, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ഭയം മാറണം. എന്നാൽ മാത്രമേ ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. അങ്ങനെ എത്തിച്ചേർന്നാൽ മാത്രമേ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് സാധ്യമാകത്തുള്ളൂ അല്ലേ, കമ്പനികളുടെ ഷെയർ വാങ്ങത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, ഭൂമിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ നടത്തിയാലും മെജോറിറ്റി ഓഫ് ദ ബിഗ് ഷോട്ട്സ് സമോൺസ് ആർ ഇലിറ്ററേറ്റ് പീപ്പിൾ. കുറച്ച് പേര് വിദ്യാഭ്യാസപരമായി താഴേക്ക് നിൽക്കുക. ഇവരൊക്കെ മാർക്കറ്റിലേക്ക്, ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്ക് എത്തിച്ചേരുന്നില്ല. ബിക്കോസ് ഓഫ് ദേ ആർ expecting that it is the place of rich people, it's a place of risk എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മാറണം, എന്നാൽ മാത്രമേ കമ്പനികൾക്ക് ആവശ്യത്തിന് ക്യാപിറ്റൽ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇറ്റ് ഹാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് വേരിയസ് കമ്പനി. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഓരോരോ കമ്മിറ്റികൾ ഇതിനു വേണ്ടി, ഇതിൻ്റെ എഫിഷ്യൻറ്റ് വർക്കിംഗ് ഓഫ് ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്,
അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സിനെ കൂടുതലായിട്ട് ആകർഷിക്കണം ഈ മാർക്കറ്റിലേക്ക്. ദ കറണ്ട് ചെയർമാൻ ഓഫ് സെബി ഈസ് മിസ്റ്റർ അജയ് ത്യാഗി. അജയ് ത്യാഗിയാണ് ഇപ്പോഴത്തെ സെബിയുടെ ചെയർമാൻ. The functions of SEBI include regulation, development and promotion of security market in India. Functions നമുക്ക് റെഗുലേഷൻ, നിയന്ത്രണം, വികസനം, പ്രൊമോഷൻ, സെക്യൂരിറ്റി മാർക്കറ്റ് അല്ലെ ഇന്ത്യയിലെ ഓഹരി വിപണികളുടെ നിയന്ത്രണം, വികസനം, അതുപോലെ തന്നെ പ്രൊമോഷൻ, അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ നയിക്കുന്നതാണ് ഈ സെബിയുടെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്നുള്ളത്, ഫംഗ്ഷൻ എന്നുള്ളത്. ബോർഡ്. ദ മാനേജ്മെൻറ്റ് ഓഫ് ദ സെബി കൺസിസ്റ്റ് ഓഫ് ദ ഫോളോവിങ് മെമ്പേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഇത് ഭരിക്കുന്നത്. ഒരു ചെയർമാൻ ഉണ്ടാകും. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നിയമിക്കുന്ന 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഒരാൾ റിസർവ് ബാങ്കിൽ നിന്നുണ്ടാകും. 5 പേര്, അതിനകത്ത് 3 പേര് റെഗുലർ മെമ്പർ ആയിരിക്കും, ഓൾ ടൈം മെമ്പേഴ്സ് ആയിരിക്കും. മൊത്തം 5 പേര് ഇവരെയും സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ചെയർമാന്, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 2 ആൾക്കാർ, സെൻട്രൽ ഗവൺമെൻറ് നിയമിക്കുന്ന 2 ആൾക്കാർ, റിസർവ് ബാങ്കിൽ നിന്ന് ഒരാൾ, 5 പേര് സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന 3 പേര് ഓൾ ടൈം മെമ്പേഴ്സ് ആയിരിക്കും. These are consisting of the board of SEBI. Okay, clear? അപ്പോൾ ചെയർമാൻ, 2 members from finance department, 1 member from Reserve Bank of India and 5 other members nominated by the central government and 3 of them are all time members. Okay, functions നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫങ്ഷൻസാണ് സെബിക്കുള്ളത്. എന്താണ് ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ പറയാം, ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ സെക്യൂരിറ്റി മാർക്കറ്റ് അല്ലേ. അതിനുവേണ്ടിയാണ് ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് they have get frequent data, they have get additional frequent up-to-date data from the market, online market. Okay, അപ്പം to protect the interest of ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യം സംരക്ഷിക്കുക, to promote the development of stock market വികസനത്തിന് പ്രൊമോട്ട് ചെയ്യുക, to regulate the business of stock exchanges and other securities market, മറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ, മറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ ബിസിനസ് റെഗുലേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ to register and regulate the working of stock brokers, sub brokers, share transfer agents, bankers to the issue, trustees of trustees, register to issue, merchant bankers, underwriters, portfolio managers, investment advisors and such other intermediaries who may be associated with the security market. There are a lot of people are involved in the stock market. They are from the issue of share, from the issue of shares by the company itself to the ട്രേഡിംഗ് ഓഫ് ഷെയർ ഇറ്റ്സെൽഫ് അല്ലേ. അതായത് ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് മുതൽ, അതായത് അവിടെ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ രജിസ്റ്റർ ടു ദി ഇഷ്യൂ, മെർച്ചൻ്റ് ബാങ്കറുണ്ട്, ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റുകളുണ്ട്, പോർട്ട്ഫോളിയോ മാനേജർമാരുണ്ട്, അവിടെ തൊട്ട് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ കച്ചവടം നടക്കുന്ന സ്റ്റോക്ക് ബ്രോക്കർ, സബ് ബ്രോക്കർ, ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ, ഇങ്ങനെയുള്ള എല്ലാ ഇൻ്റർമീഡിയറ്റ്സിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നു. എന്നാൽ മാത്രമേ ഇൻവെസ്റ്റേഴ്സിനെ ആഡിക്വേറ്റായിട്ട് സർവീസ് കിട്ടത്തുള്ളൂ. ചീറ്റിങ്ങിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിനെ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ റിലക്റ്റൻറ്റ് ടു കം ഇൻ ദ മാർക്കറ്റ് അല്ലേ, എൻ്റർ ഇൻ ടു ദ മാർക്കറ്റ്. അവർക്ക് മാർക്കറ്റിലേക്ക് വരാൻ തയ്യാറാകില്ല അല്ലേ. ചീറ്റ് ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയാൽ പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യാം, അതൊക്കെ ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ്. പക്ഷേ പർപ്പസ്ഫുള്ളി ഇൻവെസ്റ്റേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അല്ലെ, ഇല്ലാത്ത കമ്പനികളുടെ ഷെയർ മാർക്കറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഓപ്പറേഷൻസ് വന്നു കഴിഞ്ഞാൽ ദ ഇൻവെസ്റ്റേഴ്സ് ആർ ഫിയർ ടു എൻ്റർ ഇൻ ദ മാർക്കറ്റ്. സോ the SEBI should create number of laws to regulate the working of stock market, stock brokers and other intermediaries they are associated in the stock market. Okay, next one, to register and regulate the working of the depositories and depository എന്ന് വെച്ചാൽ എന്താണ്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഉണ്ട്, ഡെപ്പോസിറ്ററി അല്ലേ. അതുപോലെ ഡെപ്പോസിറ്ററി ഷെയർ സൂക്ഷിക്കുന്ന സ്ഥലം ഡെപ്പോസിറ്ററീസ് ആൻഡ് ഇറ്റ്സ് പാർട്ടിസിപ്പൻസ്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്, കസ്റ്റോഡിയൻ ഓഫ് സെക്യൂരിറ്റീസ്, അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്, ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന 2 ഡെപ്പോസിറ്റ്, സെൻട്രൽ ഡെപ്പോസിറ്റ് അതായത് ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിക്കുന്ന സെൻട്രൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ലിമിറ്റഡും നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ലിമിറ്റഡ്. അപ്പോൾ ഇവരുടെയൊക്കെ ഓപ്പറേഷൻസ്, രജിസ്റ്റർ ആൻഡ് റെഗുലേഷൻ, ഇവരൊക്കെ സെബികൾ രജിസ്റ്റർ ചെയ്തിട്ടാണ് അവർക്ക് പ്രവർത്തിക്കാനുള്ള അനുമതിയുള്ളത്. അതുപോലെ ടു രജിസ്റ്റർ ആൻഡ് റെഗുലേറ്റ് ദ വർക്കിംഗ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് ആൻഡ് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡ് മ്യൂച്വൽ ഫണ്ട്സ് എക്സെട്ര. വെഞ്ചർ ക്യാപിറ്റൽ എന്നല്ല, റിസ്ക് നേച്ചറുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് ഫിനാൻസ് ചെയ്യുന്ന
സ്ഥാപനമാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഏജൻസീസ്, കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ് മ്യൂച്വൽ ഫണ്ട് ഏജൻസി. ദേ കളക്ട് സ്മോൾ സേവിങ്സ് ഫ്രം ദ വേരിയസ് പീപ്പിൾ ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ദ ഗുഡ് നമ്പർ ഓഫ് സെക്യൂരിറ്റീസ്. ഇറ്റ് ഇസ് മ്യൂച്വൽ ഫണ്ട്സ്. നിങ്ങൾക്ക് അറിയാവുന്ന. അപ്പോൾ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും രജിസ്ട്രേഷൻ നടത്തുകയൊക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ ടു പ്രൊഹിബിറ്റ് ഫ്രോഡുലൻ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് റിലേറ്റിംഗ് ടു ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിലുള്ള അൺഫെയർ ആൻഡ് ഫ്രോഡുലൻ്റ് ചീറ്റിംഗ് ഒക്കെ ആ പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കുക, തടയുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ഇൻ്റർമീഡിയറ്റ്സ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ്. ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കി കൊടുക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇടമാണ്, നല്ല റിട്ടേൺ കിട്ടുന്ന സ്ഥലമാണെന്നുള്ള ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇൻ്റർമീഡിയറ്റ്സ് ആയതിൻ്റെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ്സ്, അതുപോലുള്ള ആൾക്കാർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുക. ഇൻസൈഡർ ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റി. ഇൻസൈഡർ ട്രേഡിംഗ് നിങ്ങൾക്ക് അറിയാലേ, കമ്പനിക്ക് അകത്തുള്ള ആൾ അല്ലെങ്കിൽ ഷെയർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അകത്തുള്ള ആൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ അവരുടെ കമ്പനിയുടെ കാര്യങ്ങൾ പുറത്തേക്ക് കൊടുത്തിട്ട് അതിലുള്ള ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലാഭമുണ്ടാക്കുക, അല്ലേ? കമ്പനി പൂട്ടാൻ പോകുന്നൊരു കമ്പനി, അപ്പോൾ ആ കമ്പനി പൂട്ടുന്നത് അറിയാവുന്ന ഒരാൾ ആ കമ്പനിയിൽ ഷെയറുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞ് പെട്ടെന്ന് വിൽക്കുക, അപ്പോൾ ആരുടെയെങ്കിലും തലയിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ആ അവിടുത്തെ വിവരങ്ങൾ രഹസ്യമായി കൈമാറുന്നതിനാണ് ഇൻസൈഡർ ട്രേഡിംഗ്. അതും സെബി റെഗുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടു റെഗുലേറ്റ് സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവർ ഓഫ് കമ്പനി. ഒരു കമ്പനിയെ ഒരു പ്രത്യേക റീസണില്ലാതെ ഒരു കൂട്ടം മറ്റൊരു കമ്പനി ഏറ്റെടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കമ്പനിയുടെ ഷെയറുകൾ ഒരാളോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരോ ഒരുമിച്ച് വാങ്ങിയെടുക്കുന്നത്, അങ്ങനെയൊക്കെ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ചീറ്റ് ചെയ്യുന്നതാണോ? അപ്പോൾ ഹർഷത് മേത്തയുടെയൊക്കെ സമയത്ത് ഒരു കമ്പനിയുടെ ഓഹരികൾ ഒരുമിച്ച് വാങ്ങിയെടുത്തിട്ട് അത് സെബി അന്ന് നിയന്ത്രണമില്ലാതായിപ്പോയി. അപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ വാങ്ങിയെടുത്തിട്ടില്ലാത്ത കമ്പനിക്ക് ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റേഴ്സിനെ ചീറ്റ് ചെയ്തു. അപ്പം ഒരു കമ്പനിയുടെ ഓഹരികൾ ഒരുമിച്ച് ഒരാൾ വാങ്ങിയെടുക്കുകയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ വാങ്ങിയെടുക്കുകയോ അതല്ലെങ്കിൽ തന്നെയും അതുപോലെ തന്നെ ഒരു കമ്പനി മറ്റൊരു കമ്പനി ഏറ്റെടുക്കുന്ന ഈ സാഹചര്യങ്ങളെല്ലാം സെബി പരിശോധിക്കും. സെബി നോക്കും ഇങ്ങനെ എന്തെങ്കിലും ചീറ്റിംഗ് നടക്കാൻ പോവുകയാണോ എന്ന് നോക്കും. അതുപോലെ തന്നെ റിസർച്ച് ആക്ടിവിറ്റീസ് ടു കണ്ടക്ടിങ് റിസർച്ച് ഫോർ എഫിഷ്യൻറ്റ് വർക്കിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. അതിൻ്റെ കൃത്യമായ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള മുന്നോട്ടുള്ള പോക്കിന് ആവശ്യമുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസും കണ്ടക്ട് ചെയ്യുന്നത് സെബിയാണ്. ദീസ് ആർ ഓൾ എബൌട്ട് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്താണ്, അതിൻ്റെ പ്രവർത്തനം എന്താണ്, അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണ്. ഓക്കെ, നല്ലതുപോലെ വായിക്കുക. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ അറ്റ് ഹോം. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫായിട്ടിരിക്കുക, നല്ലതുപോലെ വായിക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു പോർഷനോടെ ഉള്ളൂ, മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ദ വേൾഡ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് നോക്കാം. അപ്പോൾ ഈ ചാപ്റ്റർ കഴിയും. നല്ലതുപോലെ വായിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതൊക്കെ നിങ്ങൾ പഠിച്ച ഭാഗങ്ങളാണ്, എന്നാലും നിങ്ങളത് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ ഫോർ യുവർ പേഷ്യൻറ്റ് ലിസണിങ്. താങ്ക് യു ഓൾ.